ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മളെ കുറച്ച് പഴങ്കഞ്ഞി കുടിക്കാൻ പോകും. കാലത്ത് തന്നെ പഴങ്കഞ്ഞി എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമാണല്ലോ, ഒരു മനസ്സിന് ഒരു സന്തോഷം കിട്ടുന്ന ഒരു പഴങ്കഞ്ഞി. ഇതേ പഴങ്കഞ്ഞി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്, ചട്ടിയിലാണ് എടുത്തു വെച്ചിട്ടുള്ളത്. താഴത്തേക്ക് കാണിക്കൂ. കണ്ടില്ലേ? ദേ പഴങ്കഞ്ഞി നോക്കൂ. അതുപോലെ തന്നെ അതെ കുറച്ച് മറ്റേ നമ്മുടെ ക്യാബേജ് ഉണ്ട് കേട്ടാ. ചക്കി ഇത്തിരി ഉള്ളു. ഇന്നലത്തെ കറികളാണ്. ഇന്ന് രാവിലെ ചുട്ട പപ്പടം, പിന്നെ ഇന്നലത്തെ സാമ്പാറിന്റെ ഉരുളക്കിഴങ്ങ് കറി. സാമ്പാർ തന്നെയാണ്, ചെറിയൊരു സാമ്പാർ, ഉള്ളി സാമ്പാർ എന്നൊക്കെ പറയൂല അത്. പിന്നെ മീൻകറി ഉണ്ട്, നെല്ലിക്ക ഇട്ട് വെച്ച മീൻകറി. ഇതേ കണ്ടാ. അപ്പൊ ഇതൊക്കെ കൂടി കൂട്ടിയിട്ട് ചെറിയൊരു പഴങ്കഞ്ഞി കുടിക്കൽ. ഇത് കണ്ടതേ തൈര് ഒഴിച്ചതാണ്, പിന്നെ ഉള്ളിയും മുളകൊക്കെ ഇട്ടുണ്ട്. അപ്പൊ ഇതൊന്നും നമുക്ക് കഴിക്കാം, അടിപൊളിയാക്കാം, സൂപ്പർ ആക്കാം. കഴിക്കണം നോക്കണ്ട. ആഹാ, ആ മോരിന്റെ ഒക്കെ ടേസ്റ്റ് അമ്മായി ടേസ്റ്റ്. ക്യാബേജും കൂട്ടി തിന്നോട്ടേട്ടാ. ഉള്ളി കണ്ട, ഇത് കണ്ട മീൻ ഇച്ചിരി മീനും കഴിച്ചോട്ടേട്ടാ. മീൻ കിളിമീനാണ്. അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ ചുട്ട പപ്പടം. ആഹാ, ചുട്ട പപ്പടത്തിന് എന്താ ടേസ്റ്റ് എന്ന് അറിയാമോ? എന്റെ പൊന്നടവേ, അടിപൊളി. ഇതാണ് ഇതിലിട്ട് പൊടിക്കാൻ പോണ്. കുറച്ച് എടുത്തു വിടൂ. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. നമുക്ക് ഈസിയാണ് കഞ്ഞി ഉണ്ടാക്കാനായിട്ട്. തലേ ദിവസത്തെ ചോറ് ഇതുപോലെ ചട്ടിയിലിട്ട് വെച്ചാൽ മതി. കുറച്ച് തൈരോ മോരോ എന്തെങ്കിലും ഒഴിക്കണം. ഉള്ളി മുളകൊക്കെ ഇറന്നോട്ടാ. ഇതൊക്കെ ഒരു ഭംഗിക്ക് ഇട്ടാനാണ്, പക്ഷെ നമ്മൾ കഴിക്കുന്നുണ്ട്. നമ്മൾ മീനിലിട്ട നെല്ലിക്ക ഉണ്ടത് മീൻകറിയിലിട്ട. എന്റെ പൊന്നടവേ, സ്വയംഭ സാധനം. അടിപൊളി. ഓ സൂപ്പർ. നല്ലതാണ് ഇങ്ങനെ കഞ്ഞി കുടിക്കുന്നത്. നമുക്ക് കാലത്ത് തന്നെ കഞ്ഞി കുടിച്ചിട്ട് പണിക്ക് പോകുമ്പോൾ ഒരു എനർജി കിട്ടും, ഒരു സന്തോഷം കിട്ടും, വയറൊന്നും നിറഞ്ഞിരിക്കും. അടിപൊളിയാണ് കേട്ടോ. ഡെയിലി കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഉണർവാണ്, ഉന്മേഷമാണ്, ശക്തിയാണെന്നൊക്കെയാണ് പറയുന്നത് പഴമക്കാര്. പക്ഷെ ഞാൻ അങ്ങനെ ഡെയിലി കഴിക്കാറില്ല. ഇപ്പോഴും ഒരു കൊതി വന്നു കഴിഞ്ഞപ്പോൾ കഴിക്കണതാണ്. അപ്പൊ അടിപൊളിയായിട്ടാണ് കഴിച്ചുകൊണ്ടിരിക്കണം. സൂപ്പറാണ്. നല്ല രസമുണ്ട്. കുറച്ച് ക്യാബേജും കൂട്ടിയിട്ട് നമ്മൾ കഴിക്കാൻ സമയം എടുക്കൂട്ടാ, കഴിച്ച് ചെയ്താനായിട്ട്. മീൻകറി സൂപ്പറായിട്ടാ. ഇതൊക്കെ തലേ ദിവസത്തെ മീൻകറിയാണ്. തലേ ദിവസം തന്നെ പകുതിയോളം മീൻകറി തീർന്ന്, ബാക്കി നമുക്ക് ഇത്തിരി കിട്ടിയുള്ളൂ. അപ്പൊ ഉള്ളതൊക്കെ ഇച്ചിരി ഓടം പോലെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയം എടുക്കും, വേഗം തിന്നാൻ പറ്റൂല. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ തമാശയായിട്ട് പറഞ്ഞല്ല, നല്ല രുചിയുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇതുപോലെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും. പഴങ്കഞ്ഞി കഴിക്കുമ്പോൾ തന്നെ നമുക്കറിയാലോ, വായില് കപ്പൽ ഓടിക്കാനുള്ള ഒരു വെള്ളം വരുന്നു. അപ്പൊ നമ്മുടെ കഞ്ഞൂടി ഇവിടെ എത്തിയിട്ടാ. ഇനി ഇതൊന്ന് കുടിക്കതേ. കുറച്ച് കളി മണലൊക്കെ വാരി എടുക്കണോണ്ട്, പുഴയിലും മണലൊക്കെ വാരി എടുക്കണോണ്ട് കുറച്ച് വറ്റും കൂടി ഉണ്ട്. അതുകൂടി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് കുടിക്കുകയാണ് നമ്മള്. എന്റെ പൊന്നോ, അടിപൊളി. സന്തോഷം. സൂപ്പറായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അങ്ങനെയൊക്കെ പറയും എല്ലാവരും. ഞാൻ അങ്ങനൊന്നും പറയണില്ല. നമ്മുടെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക മാത്രം പറയുന്നു. അപ്പൊ എല്ലാവരോടും ഓക്കെ, ടാറ്റാ, ബൈ.